നെക്സ്റ്റ് ഡിമെറിറ്റ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ ആണ്. അതിൽ വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി, ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ, ഓവർലോഡിംഗ് ഓഫ് വർക്ക്, ഡിഫിക്കൽട്ട് കോർഡിനേഷൻ, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് എന്റർപ്രൈസസ് ആണ്. നമുക്ക് ഇതിൽ ഓരോ പോയിന്റ്സ് ഒന്ന് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ലൈൻ ഓർഗനൈസേഷനിൽ എല്ലാ അതോറിറ്റി നമ്മൾ പറഞ്ഞു സിംപ്ലസ്റ്റ് ടൈപ്പ് ആണ്, മിലിറ്ററി ടൈപ്പ് ആണ്. നമുക്ക് എന്താ പറയുക, ലൈൻ ഓഫ് അതോറിറ്റി വെർട്ടിക്കലി ടോപ്പ് ടു ബോട്ടം ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നൊക്കെ. സോ എന്ന് വെച്ചാൽ എൻറ്റയർ അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ ടോപ്പ്. മുഴുവൻ അതോറിറ്റിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇഫ് ടോപ്പ് മാനേജ്മെന്റ് ഇസ് ഇൻഎഫിഷ്യന്റ്, നമ്മളുടെ അത് ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രോസ്പെക്ട്സിനെയും ബാധിക്കും. ഇനി പറയുന്നതാണ് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഇപ്പൊ സുപ്പീരിയർ എപ്പോഴും ഒരു മെയിൻ ഡ്രോബാക്ക് ഈ സിസ്റ്റത്തിന്റെയാണ്. സുപ്പീരിയർ എന്ന് പറയുന്നത് ആ ടോപ്പ് മാനേജ്മെന്റ് ഒരുപക്ഷെ പ്രൊഡക്ഷൻ, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ് ആ രീതിയിലുള്ള സ്പെഷ്യലൈസേഷനോ ഉണ്ടാവണമെന്നില്ല. ഒരു ഫ്യൂ പീപ്പിൾ അറ്റ് ദ ടോപ്പ്, അവിടെ ആ ഓരോ ആളും മേ ഓർ മേ നോട്ട് ബി സ്പെഷ്യലൈസ്ഡ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഓവർലോഡിങ് വരും, ബിക്കോസ് മാനേജേഴ്സ് ആർ ഓവർലോഡഡ് വിത്ത് വർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ അതോറിറ്റി ടോപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർക്കും സ്വാഭാവികമായിട്ടും മാനേജേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അവർക്ക് ഓവർലോഡിങ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ട് കോർഡിനേഷൻ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഓട്ടോണമസ് യൂണിറ്റ്സ് ആയിട്ടാണ്. കാരണം അവരുടെ ഒരു ഹെഡ് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു കോർഡിനേഷൻ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. താഴെ നിന്നുള്ളവരുടെ സജഷൻസ് ടോപ്പ് മാനേജേഴ്സിന് ലഭിക്കാറില്ല. സോ അത് പലപ്പോഴും സബോർഡിനേറ്റ്സിന്റെ ഇനീഷ്യേറ്റീവ്സിനെ ഹാമ്പർ ചെയ്യാറുണ്ട്. സോ അതും ഒരു ഡിഫക്റ്റ് ആണ്. ഇനി ലാർജ് എന്റർപ്രൈസസിന് ഇത് സ്യൂട്ടബിൾ അല്ല. ചെറിയ എന്റർപ്രൈസസ് ഒക്കെ ആണെങ്കിൽ അത് ദാറ്റ് ഇസ് ഫൈൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇത് കുഴപ്പമില്ല, സിമ്പിൾ ആണ്. ഓപ്പറേഷൻസും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഫോർ ലാർജ് എന്റർപ്രൈസസ് ഇത് സ്യൂട്ടബിൾ അല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രോബ്ലമാറ്റിക് ഫോർ സ്മോൾ ഓർഗനൈസേഷൻസ്. സ്മോൾ ഓർഗനൈസേഷൻസിന് വിഷയമില്ല. സോ ഇതാണ് ലൈൻ ഓർഗനൈസേഷന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ലൈൻ ഓഫീസേഴ്സ് എന്താണ്, സ്റ്റാഫ് ഓഫീസേഴ്സ് എന്താണെന്ന് നോക്കാം. ലൈൻ റെഫേഴ്സ് ടു ദോസ് എലമെന്റ്സ് which have the responsibility and authority and are accountable for accomplishment of primary objective. ഏതൊരു ഓർഗനൈസേഷൻ ആവുമ്പോഴും അതിനൊരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും അതോറിറ്റിയും ഉള്ള ആൾക്കാരെ ലൈൻ എന്ന് പറയും. സ്റ്റാഫ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദോസ് എലമെന്റ്സ് വിച്ച് ഹാവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫോർ പ്രൊവൈഡിങ് അഡ്വൈസ് ആൻഡ് സർവീസസ് ടു ലൈൻ ഓഫീസേഴ്സ്. ലൈൻ ഓഫീസേഴ്സിന് അഡ്വൈസസും സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യതയുള്ള ആൾക്കാരെയാണ് സ്റ്റാഫ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് പോയിന്റ്സിൽ പ്ലേസ് ചെയ്യാണ് സ്റ്റാഫ് ലൈൻ അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഗൈഡൻസ്, അഡ്വൈസ് ഒക്കെ ലൈൻ അതോറിറ്റീസിന് സ്റ്റാഫ് ഓഫീസേഴ്സ് കൊടുക്കും. സ്റ്റാഫ് ഓഫീസേഴ്സിന് സബോർഡിനേറ്റ്സിനെ കൺട്രോളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ദേ ജസ്റ്റ് ഹാവ് ദ അതോറിറ്റി ടു അഡ്വൈസ് ദ ലൈൻ ഓഫീസേഴ്സ്. ഇവിടെ ലൈൻ ഓഫ് അതോറിറ്റി ടോപ്പ് മാനേജ്മെന്റ് ടു ലോവർ വൺസ് ആണ്. സ്റ്റാഫ് ഓഫീസേഴ്സിനെ ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ലൈൻ ഓർഗനൈസേഷൻ പ്ലേസ് ചെയ്യും. ലൈൻ അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഗൈഡൻസ്, അഡ്വൈസ് ഒക്കെ ലൈൻ അതോറിറ്റീസിന് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ ജോലി. കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ഒന്നുമില്ല സ്റ്റാഫ് ഓഫീസേഴ്സിന്. സോ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ലൈൻ ഓർഗനൈസേഷന്റെയും സ്റ്റാഫ് ഓർഗനൈസേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓഫീസേഴ്സിന് അതോറിറ്റി സബോർഡിനേറ്റ്സിനോട് കമാൻഡ് ചെയ്യാനുള്ളത്, അക്കൗണ്ടബിലിറ്റി ഫോർ ദ ടാസ്ക് എൻട്രസ്റ്റഡ് ടു ദം ഒക്കെ ഉണ്ട്. സ്റ്റാഫ് ഓഫീസേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്, എക്സ്പേർട്ട് അഡ്വൈസസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു ആസ്പെക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്.
പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്നീ രണ്ട് ആസ്പെക്റ്റിൽ നല്ലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സ്റ്റാഫ് പേഴ്സണൽ പ്രിപ്പയർ ചെയ്യും പ്ലാന്, എന്നിട്ട് ആ പ്ലാനിന്റെ ഇംപ്ലിമെന്റേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് ലൈൻ ഓഫീഷ്യൽസിന് കൊടുക്കും. ലൈൻ ഓഫീഷ്യൽസ് ആണ് ആക്ച്വലി ഈ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഇന്ത്യൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷന്റെ ബേസിസിലാണ്. In the sense that staff officers specialize in the planning function and line officers execution and doing functionലാണ് സ്പെഷ്യലൈസ് ചെയ്യുക. ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ പ്രത്യേകത. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ മെറിറ്റ്സ് ആണ് പറയുന്ന പോയിന്റ്സ്. ഇതൊക്കെയാണ്: സൗണ്ട് മാനേജറിയൽ ഡിസിഷൻസ്, ഫ്ലെക്സിബിലിറ്റി, ഡെവലപ്മെന്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, റിഡക്ഷൻ ഓഫ് ബർഡൻ, പ്ലാൻ സ്പെഷ്യലൈസേഷൻ. അപ്പൊ സൗണ്ട് മാനേജറിയൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് കൊടുക്കും ലൈൻ മാനേജേഴ്സിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈൻ മാനേജേഴ്സ് എടുക്കുന്നത് പ്രോംപ്റ്റ് ആയിട്ടുള്ള സൗണ്ട് സ്ട്രോങ് ഡിസിഷൻസ് ആയിരിക്കും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കാരണം ലൈൻ ഓർഗനൈസേഷൻ പോലെ അല്ല, അവിടെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവർ ഒക്കെ ഇങ്ങനെ വരും എന്നല്ലാതെ കണ്ട് ദർ ഇസ് നോ ചാൻസ് ഫോർ എ ചേഞ്ച്. ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ എലമെന്റ് കുറവാണ്. പക്ഷെ ഇവിടെ അത് വേണ്ടോളം ഉണ്ട്. എക്സിക്യൂട്ടീവ്സിന്റെ ഡെവലപ്മെന്റ് പോസിബിൾ ആവും, കാരണം മോർ സ്റ്റാഫ് ഓഫീസേഴ്സിനെ ഓർഗനൈസേഷൻ അപ്പോയിന്റ് ചെയ്യും. എക്സ്പീരിയൻസ് ആൻഡ് ഓൾ എംപ്ലോയീസിന് സ്റ്റാഫ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള ചാൻസ് വരും. സോ അങ്ങനെ വരുമ്പോൾ മെല്ലെ മെല്ലെ നല്ലൊരു ഫ്യൂച്ചറിൽ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോഗ്രാം, ഇങ്ങനൊരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ വഴി സാധിക്കും. യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, കാരണം സ്റ്റാഫ് ഓഫീസേഴ്സിന് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഇല്ല. അവർക്ക് സബോർഡിനേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനോ ഒന്നുമില്ല. പകരം അഡ്വൈസ് ആൻഡ് ഗൈഡ് ദ ലൈൻ മാനേജ്മെന്റ് വയൽ ഡിസിഷൻ മേക്കിംഗ് മാത്രമാണ്. ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനോ സബോർഡിനേറ്റ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കാനോ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാനോ ഇതിനൊന്നുമുള്ള റൈറ്റ് സ്റ്റാഫ് ഇല്ല. അപ്പൊ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് ഈ ലൈൻ മാനേജേഴ്സിന്റെ അടുത്തുനിന്ന് മാത്രമേ എന്ത് ചെയ്യേണ്ടി വരുള്ളൂ, ലൈൻ മാനേജേഴ്സിന്റെ അടുത്തുനിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻ കേൾക്കേണ്ടി വരുള്ളൂ സബോർഡിനേറ്റ്സിന്. സോ അവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. എന്നാൽ സ്റ്റാഫ് അതോറിറ്റീസ് പല കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ലൈൻ മാനേജേഴ്സിന് അതൊരു ഗ്രേറ്റ് റിലീഫാണ്. വളരെ ലെസർ പ്രോബ്ലംസിലേക്ക് അവര് ഇൻവോൾവ് ആയാൽ മതി. ഇനി സ്പെഷ്യലൈസേഷൻ പറ്റും. വൈ? ബിക്കോസ് ഇത് തന്നെ ഈ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ തന്നെ എക്സിക്യൂഷൻ എന്ന രീതിയിൽ സ്പെഷ്യലൈസേഷനും പ്ലാനിങ് എന്ന രീതിയിൽ സ്പെഷ്യലൈസേഷനും രണ്ട് സ്പെഷ്യലൈസേഷന്റെ ബേസിസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഇസ് പോസിബിൾ എന്നുള്ളതാണ്. ഇനി ഡീമെറിറ്റ്സ് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീസ് തമ്മിൽ ഒരു ചാൻസ് ഫോർ എന്താ പറയുക കോൺഫ്ലിക്റ്റ് ഉണ്ട്. ലൈൻ ഓഫീസേഴ്സിന് ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും അവരിതിന് അഡ്വൈസ് തന്ന സ്റ്റാഫ് ഓഫീസേഴ്സിനെ കുറ്റപ്പെടുത്തും. സ്റ്റാഫ് ഓഫീസേഴ്സ് പറയും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മര്യാദയ്ക്ക് അറിയാത്തതാന്ന് പറഞ്ഞ് ലൈൻ ഓഫീസേഴ്സിനെ കുറ്റപ്പെടുത്താം. സോ ദർ ഇസ് എ ചാൻസ് ഫോർ എ കോൺഫ്ലിക്റ്റ്. ഇനി ഇൻഎഫക്റ്റീവ് സ്റ്റാഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി, the executive powers are not provided to the staff officers. അപ്പൊ ചിലപ്പോൾ അവർക്കൊരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് വരും. ലൈൻ മാനേജേഴ്സ് ആണല്ലോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ വി ആർ ജസ്റ്റ് ഇൻ എ പൊസിഷൻ ടു അഡ്വൈസ്. അപ്പോ ദർ ഈസ് എ ചാൻസ് ഫോർ എ ഫീലിംഗ് ഓഫ് ജലസ് ഫ്രം ദ പാർട്ട് ഓഫ് എന്താ പറയുക ലൈൻ സ്റ്റാഫ് മാനേജേഴ്സ്, സ്റ്റാഫ് ഓഫീസേഴ്സ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇൻഡിഫറൻറ്റ് റിലേഷനും വരാം. ഇനി കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൂടും, കാരണം എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റിന് ഹയർ വേജസ് കൊടുക്കേണ്ടി വരും. അവർ അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് കൊടുക്കാൻ പാകത്തിന് അവർക്കൊരു നോളജ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ അഡ്വൈസ് ചെയ്യാൻ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അത് ഒരു പക്ഷേ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുന്ന രീതിയിലേക്ക് എത്തിക്കാം. ചിലപ്പോൾ കൺഫ്യൂഷൻ അബൌട്ട് പൊസിഷൻ ഉണ്ടാവും, കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ് ദ ഡിപ്പാർട്ട്മെന്റ് ആസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്.
അപ്പൊ നമുക്ക് ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്സിനെ അങ്ങനെ ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ സ്റ്റാഫ് മെമ്പേഴ്സിന് ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് കൺഫ്യൂഷൻ. അവർക്കൊരു പൊസിഷനിൽ എന്താണ് ഞങ്ങളുടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. ചിലത് ടൂ മച്ച് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്പേർട്ട് വരാം. ചിലപ്പോൾ ലൈൻ മാനേജേഴ്സിന് ടൂ മച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല ഡിസിഷൻ മേക്കിങ്ങിലെങ്കിൽ. എന്തായാലും സ്റ്റാഫ് ഓഫീസേഴ്സിന് അഡ്വൈസ് കൊടുക്കാൻ അവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ. സോ അവർ റൂട്ടീൻ മൈനർ അഫയേഴ്സിൽ പോലും അവർ തന്നെ ഒപ്പീനിയൻ പറയേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ ചെന്നെത്തിക്കാം. അക്കൗണ്ടബിലിറ്റി, സ്റ്റാഫ് പീപ്പിൾ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി വരും. കാരണം ഈ സ്റ്റാഫ് ഓഫീസേഴ്സ് ആക്ച്വലി ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ഫോർ റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടി എത്ര കണ്ട് പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മിസ് ഇന്റർപ്രിട്ടേഷൻ ഒരു ചാൻസ് ഉണ്ട്. സ്റ്റാഫ് റെക്കമെൻഡേഷൻസ് പറഞ്ഞ സെൻസിൽ ലൈൻ മാനേജേഴ്സ് എടുത്താലേ ഇത് എക്സിക്യൂഷന്റെ ലെവലിലേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ മിസ്ഇന്റർപ്രിട്ടേഷൻ ആൻഡ് മിസ്ഇന്റർപ്രിട്ടേഷൻ ക്യാൻ ഓൾവേസ് ക്രിയേറ്റ് പ്രോബ്ലംസ്. ഇനി നെക്സ്റ്റ് ലൈൻ ആൻഡ് സ്റ്റാഫ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലൈൻ ഓർഗനൈസേഷന്റെ മെയിൻ വ്യത്യാസം ലൈൻ ആൻഡ് സ്റ്റാഫ് ആയിട്ട് ലൈൻ ഓർഗനൈസേഷനിൽ എക്സ്പേർട്ട് അഡ്വൈസസ് അവൈലബിൾ അല്ല. പക്ഷെ ലൈൻ ആൻഡ് സ്റ്റാഫില് സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ സപ്പോസ് ടു ഗിവ് എക്സ്പേർട്ട് അഡ്വൈസ്. സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ലൈൻ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. പക്ഷെ ഏറെക്കുറെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ എലമെന്റ് ഉള്ളത് കൊണ്ട് അത്രത്തോളം ഒരു ഡിസിപ്ലിൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വരണമെന്നില്ല. There is no need to consult to staff officers while taking decision ലൈൻ ഓർഗനൈസേഷനിൽ. അതുകൊണ്ട് ക്വിക്ക് ആയിട്ടുള്ളൊരു ഡിസിഷൻ ടൈം വേസ്റ്റ് ഇല്ലാതെ നടക്കാനുള്ള ചാൻസ് ലൈനിലാണ് കൂടുതൽ. സ്റ്റാഫ് ഓഫീസേഴ്സിനോട് കൺസൾട്ട് ചെയ്ത് സമയം എടുത്തിട്ടൊക്കെ അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയനും കൂടി കൺസിഡർ ചെയ്തിട്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ളതുള്ളതുകൊണ്ട് നമ്മുടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഒന്ന് സമയം എടുക്കാറുണ്ട്. ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സിനുള്ള സ്കോപ്പ് ലൈൻ ഓർഗനൈസേഷനിൽ കുറവാണ്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫിലുണ്ട്. ബിക്കോസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാള് മറ്റൊരാൾക്ക് അഡ്വൈസ് കൊടുക്കലേ ഉള്ളൂ ജോലി. സോ ഒരു കൂട്ടര് കംപ്ലീറ്റ്ലി അക്കൗണ്ടബിൾ ആണ്, അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മറ്റവർക്ക് അതില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഹാർമോണിയസ് റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. ലെസ് ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക് ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലെസ് ഇലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല ലൈനിന്. ലൈൻ ഓർഗനൈസേഷനിൽ ഫ്ലെക്സിബിൾ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ്. ലെസ് എക്സ്പെൻസീവ് ആണ് ലൈൻ ഓർഗനൈസേഷൻസ്, മോർ ഇക്കണോമിക്കൽ. എക്സ്പെഷ്യലി സ്മോൾ ഓർഗനൈസേഷൻസിനൊക്കെ ലൈൻ ഓർഗനൈസേഷൻ ഓക്കെയാണ്. ലൈൻ ആൻഡ് സ്റ്റാഫ് കോസ്റ്റ്ലി ആണ്, സ്മോൾ സ്കെയിലിൽ പറ്റില്ല. കാരണം സ്പെഷ്യലിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യണം, അവരെ ഹൈലി എക്സ്പേർട്സ് ആകുമ്പോൾ അവർക്ക് ആ ഒരു ആയിരിക്കും പേയ്മെന്റ്. സോ മേ ബി അവിടെ ഒരു ബുദ്ധിമുട്ട് വരാം. ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ അല്ല ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ ആണ്. പ്ലാനിങ് ഒരു കൂട്ടർ സ്പെഷ്യലൈസ് ചെയ്യുന്നു, എക്സിക്യൂഷൻ മറ്റൊരു കൂട്ടർ സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അത് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റിയുടെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്ട്രക്ചറാണ്. ഇവിടെ ഈ സ്റ്റാഫ് ഓഫീസേഴ്സിനെ കുറച്ചും കൂടി പൊസിഷനൊക്കെ കൊടുത്ത് സ്പെഷ്യലായിട്ട് ഓർഗനൈസേഷന്റെ ടോപ്പ് പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യണം. എൻറ്റയർ ഓർഗനൈസേഷനെ പല ഫങ്ഷൻസിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യാം. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നൊക്കെ. എന്നിട്ട് ആ പ്രൊഡക്ഷന്റെ ഡിപ്പാർട്ട്മെന്റിൽ ടോപ്പായിട്ട് ആ പ്രൊഡക്ഷൻ ഹെഡായിട്ട് ഒരു എക്സ്പേർട്ടിന് ചാർജ് കൊടുക്കുകയാണ്. അതുപോലെ ഫങ്ഷണൽ ഹെഡ്സ് ആയിട്ട് പല എക്സ്പേർട്ടുകളെയും അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് ആർ പുട്ട് അണ്ടർ ദ ചാർജ് ഓഫ് ദി സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഫങ്ഷണൽ ഹെഡാണ്. അപ്പൊ ലൈൻ അതോറിറ്റി പോലെ ഇവർക്ക് ഇംപ്ലിമെന്റേഷനും വരുന്നുണ്ട്, സ്പെഷ്യലൈസേഷനും, രണ്ടും ഒരേ ആളെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. അപ്പൊ ഒരു ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുകളാവുകയാണ്. സോ ഇതിൽ ഹോൾ ആക്ടിവിറ്റി ഓഫ് ദ എന്റർപ്രൈസസിനെ നമ്മൾ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, പേഴ്സണൽ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതൊരു കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. മറ്റേ ലൈനായിട്ടും ലൈൻ ആൻഡ് സ്റ്റാഫായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ആസ് ദ വർക്ക് ഓഫ് കൺസേൺ നമ്മൾ ആ വർക്കിനെ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്.
എന്നിട്ട് ഓരോ ഇതിനും ഓരോ ഫങ്ഷണൽ ഹെഡിനെ അല്ലെങ്കിൽ എക്സ്പേർട്ടിനെയാണ് ഹെഡായിട്ട് വെക്കുന്നത്. ലൈൻ എക്സിക്യൂട്ടീവ് റിസീവ്സ് ഇൻസ്ട്രക്ഷൻ നോട്ട് ഓൺലി ഫ്രം ലൈൻ ബോസ് പക്ഷെ ഓൾസോ ഫ്രം വൺ ഓർ മോർ സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു എൻറ്റയർ ഓർഗനൈസേഷനിൽ ലൈൻ ഓഫീസേഴ്സിനെ അഡ്വൈസ് ചെയ്യാന്നല്ല സ്റ്റാഫിന്റെ, അതിന്റെ മേലേക്കാണ് അവരെ വെക്കുന്നത്. സോ ലൈൻ ബോസ്മാരുടെ മാത്രമല്ല മറിച്ച് ഈ സ്പെഷ്യലിസ്റ്റുകളുടെയും കൂടി അഡ്വൈസ്. ഒരു ഫോർമൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ബിക്കോസ് ഹീസ് ദ ലൈൻ ബോസ്, ഫിനാൻഷ്യൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പേഴ്സണൽ മാനേജർ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അഡ്വൈസ് ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂണിറ്റ് ഓഫ് കമാൻഡ് ഒബ്സർവ് ചെയ്യുന്നില്ല, കാരണം സിംഗിൾ വർക്കർ പല ആരുടെ കയ്യിൽ നിന്നും അയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടുകയാണ്. മോർ ഇമ്പോർട്ടൻസ് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ എക്സ്പേർട്സിനാണ് ഇവിടെ കൊടുക്കുന്നത്. ലൈൻ അതോറിറ്റിനെക്കാട്ടിലും മേലെയാണ് ഫങ്ഷണൽ എക്സ്പേർട്സിന്റെ സ്ഥാനം. 3 ടൈപ്സ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ് വരും. ഒന്ന് ലൈൻ അതോറിറ്റി, സ്റ്റാഫ് അതോറിറ്റി, ഫങ്ഷണൽ അതോറിറ്റി. ഇങ്ങനെ 3 തരത്തിലുള്ള അതോറിറ്റി റിലേഷൻഷിപ്പ് വരും. ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആണ് ചെയ്യാനുള്ളൂ എക്സിക്യൂട്ടീവ്സിന്. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ആണ്. പക്ഷെ എന്നാലും അവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്സ് വന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഇനി ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസേഷൻ കുറച്ച് നല്ല രീതിയിൽ പറ്റും. സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ പോലെ വെറുതെ ഒരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും അതോറിറ്റിയോട് കൂടിയിട്ട് എക്സ്പേർട്സിനെ അപ്പോയിന്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ സംഭവിക്കുന്നുണ്ട്. വർക്കേഴ്സിന് എക്സ്പേർട്സിൽ നിന്ന് അഡ്വൈസ് ലൈൻ മാനേജേഴ്സിന് കൊടുത്തിട്ട് അവര് വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് ഈ എക്സ്പേർട്ടുകൾക്ക് ഫങ്ഷണൽ ഹെഡുകൾക്ക് നേരിട്ട് എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതുകൊണ്ട് ആ ഒരു ഹയർ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. ഓവർലോഡ് വരുന്നില്ല, കാരണം വേരിയസ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓരോ ഫങ്ഷണൽ എക്സ്പേർട്സിന് കൊടുക്കുന്നത്. അപ്പൊ മാനേജേഴ്സിന് ഒരു വർക്ക് ഓവർലോഡ് വരില്ല. മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ അയാൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് സ്റ്റാൻഡർഡൈസേഷനും സ്പെഷ്യലൈസേഷനും രണ്ടും ഉള്ളത് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ ഇസ് പോസിബിൾ. ഫ്ലെക്സിബിൾ ആണ്. ചേഞ്ചസ് ഒക്കെ ഒരു പരിധി വരെ വേണമെങ്കിൽ വരുത്താം. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ഉണ്ട്, കാരണം ഫങ്ഷണൽ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻസ് ആഡ് ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ട് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ഉണ്ട്. വലിയ കോർഡിനേഷനെയും കൺട്രോളിനെയും വലിയ തരത്തിൽ എഫക്ട് ചെയ്യാതെ തന്നെ ദർ ഇസ് എ ചാൻസ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. സ്പെഷ്യലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഹയർ എഫിഷ്യൻസി, വർക്ക് ലോഡ് ഇല്ലാതെ മാസ് പ്രൊഡക്ഷൻ, ഫ്ലെക്സിബിലിറ്റി, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജസ്. ഇനി ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസേഷൻ കുറച്ച് നല്ല രീതിയിൽ പറ്റും. സ്റ്റാഫ് ഓഫീസേഴ്സിന്റെ പോലെ വെറുതെ ഒരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും അതോറിറ്റിയോട് കൂടിയിട്ട് എക്സ്പേർട്സിനെ അപ്പോയിന്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ സംഭവിക്കുന്നുണ്ട്. വർക്കേഴ്സിന് എക്സ്പേർട്സിൽ നിന്ന് അഡ്വൈസ് ലൈൻ മാനേജേഴ്സിന് കൊടുത്തിട്ട് അവര് വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് ഈ എക്സ്പേർട്ടുകൾക്ക് ഫങ്ഷണൽ ഹെഡുകൾക്ക് നേരിട്ട് എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതുകൊണ്ട് ആ ഒരു ഹയർ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. ഓവർലോഡ് വരുന്നില്ല, കാരണം വേരിയസ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓരോ ഫങ്ഷണൽ എക്സ്പേർട്സിന് കൊടുക്കുന്നത്. അപ്പൊ മാനേജേഴ്സിന് ഒരു വർക്ക് ഓവർലോഡ് വരില്ല. മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ അയാൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് സ്റ്റാൻഡർഡൈസേഷനും സ്പെഷ്യലൈസേഷനും രണ്ടും ഉള്ളത് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ ഇസ് പോസിബിൾ. ഫ്ലെക്സിബിൾ ആണ്. ചേഞ്ചസ് ഒക്കെ ഒരു പരിധി വരെ വേണമെങ്കിൽ വരുത്താം. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ഉണ്ട്, കാരണം ഫങ്ഷണൽ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻസ് ആഡ് ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ട് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ഉണ്ട്. വലിയ കോർഡിനേഷനെയും കൺട്രോളിനെയും വലിയ തരത്തിൽ എഫക്ട് ചെയ്യാതെ തന്നെ ദർ ഇസ് എ ചാൻസ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ.
ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. സ്പെഷ്യലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഹയർ എഫിഷ്യൻസി, വർക്ക് ലോഡ് ഇല്ലാതെ മാസ് പ്രൊഡക്ഷൻ, ഫ്ലെക്സിബിലിറ്റി, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജസ്. പിന്നെ വരുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും പറയുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയി ആണെങ്കിൽ ലൈൻ അതോറിറ്റി വഴി അയാൾക്കൊരു എന്താ പറയാ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. ഈ സൂപ്പർവൈസർക്ക് പുറമെ അയാൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ബിലോങ് ചെയ്യുന്നത്, ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അയാളുടെ കുറെ കാര്യങ്ങൾ HR ആൾക്കാർ നോക്കുന്ന ഒരു HR മാനേജർക്കും അയാൾ അക്കൗണ്ടബിൾ ആയിരിക്കും. സോ പല എക്സ്പേർട്സ് പല വിധത്തിൽ ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷനിലുണ്ട്. കോർഡിനേഷന്റെ ഒരു ലാക്ക് എപ്പോഴും വരാറുണ്ട്. ദർ ഇസ് എ ലാക്ക് ഓഫ് കോർഡിനേഷൻ പലപ്പോഴും വരാറുണ്ട് ഈ ഒരു ഇതില് നമുക്ക്. കാരണം എന്താ പറയാ, എന്തുകൊണ്ട് ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറയണു എന്ന് പറഞ്ഞാല് എന്താ പറയുക, സെപ്പറേറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ഓരോ ഫങ്ഷന്റെയും ആക്ടിവിറ്റീസ് അത്രയും ഡൈവേഴ്സ് ആണെങ്കിൽ ഒരു കോർഡിനേഷന്റെ പ്രശ്നം വരും. റിലേഷൻഷിപ്പ് പലപ്പോഴും കോംപ്ലക്സ് ആണ്. ക്രോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവാറുണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ എ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. കോൺഫ്ലിക്ട്സും ഉണ്ടാവാറുണ്ട്. ഒരുപാട് എക്സ്പേർട്സ് ഈക്വൽ റാങ്ക് ഉള്ളവരുണ്ട്. അപ്പൊ ആര് കൊടുക്കുന്ന അഡ്വൈസ് ആണ് നല്ലത് എന്നുള്ള രീതിയിൽ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ വരാറുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് നമുക്കറിയാം, ഒരു ലൈൻ അതോറിറ്റിയുടെ കൂടെ സ്റ്റാഫ് ഓഫീസേഴ്സ് മാത്രം വരുമ്പോൾ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആവും. അപ്പൊ ഓരോ ഫംഗ്ഷനുസരിച്ച് ഫങ്ഷണൽ എക്സ്പേർട്സ് ഓരോന്നിനും ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോഴോ അപ്പൊ ആ രീതിയിൽ വല്ലാത്ത ഡിസിഷൻ മേക്കിങ്ങിൽ ഇവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് വേണ്ട ഒരു തീരുമാനം എടുക്കാൻ. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതോറിറ്റി, ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി തമ്മിലൊരു ഓവർലാപ്പിംഗ് ഉണ്ട്. ബിക്കോസ് യൂണിറ്റ് ഓഫ് കമാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ്. ഡിഫറെന്റ് ബോസസിൽ നിന്നൊരു വർക്കർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു. എല്ലാ ഫങ്ഷണൽ ബോസിനോടും ലൈൻ അതോറിറ്റിനോടും എല്ലാം തന്നെ അക്കൗണ്ടബിൾ ആണ് ഒരു എംപ്ലോയി എന്നുള്ളത് കൊണ്ട് മിക്കപ്പോഴും ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ഓവർലാപ്പിംഗ് ഒക്കെ സംഭവിക്കാറുണ്ട്. ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ക്യാൻ ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻ ടു ഓൾ സബ്ഓർഡിനേറ്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ ഫങ്ഷൻ എന്നാണ്. അപ്പൊ അവർക്ക് അങ്ങനെ അഡ്വൈസ് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് പല ലെവൽസിലും ഉണ്ട്. സോ അവർക്ക് പലതരത്തിലുള്ള അഡ്വൈസും സബോർഡിനേറ്റ്സ് കൊടുക്കാം. സ്റ്റാഫ് ഓഫീസേഴ്സ് പോലെ സബോർഡിനേറ്റ്സ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയല്ല. അതുകൊണ്ടൊക്കെ പലപ്പോഴും ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് റിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി വരാറുണ്ട്. സോ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്തത് ലൈൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലൈൻ ഓർഗനൈസേഷനിൽ അതോറിറ്റി ഫ്ലോ ടോപ്പ് ടു ബോട്ടം ആണ്. ഇവിടെ അതോറിറ്റി ഫങ്ഷണൽ ആണ്. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ മാനേജർക്ക് ആ ഒരു എൻറ്റയർ ഫംഗ്ഷന്റെ മേൽ ഫുൾ അതോറിറ്റി ഉണ്ട്. ഒരു ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ് ആണ്. ഈച്ച് സബോർഡിനേറ്റ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. ഇവിടെ അങ്ങനെയല്ല. ഒരു ലൈൻ അതോറിറ്റി ഉണ്ട്. പിന്നെ ഈ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഫങ്ഷണൽ ബോസിന്റെ കയ്യിൽ നിന്നും ലൈൻ ബോസിന്റെ കയ്യിൽ നിന്നും രണ്ടുപേരുടെ അടുത്തു നിന്നും പാരലലി ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടും. സ്പെഷ്യലൈസേഷൻ ഇല്ല ലൈൻ ഓർഗനൈസേഷനിൽ, പക്ഷെ ഇവിടെ ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ എപ്പോഴും സ്യൂട്ടബിൾ ലൈൻ ആണ്. പക്ഷെ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ കുറച്ച് കോംപ്ലക്സ് ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഓർഗനൈസേഷന് ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ് നല്ലത്. സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ലൈൻ ഓർഗനൈസേഷനിൽ ഉണ്ട്. പക്ഷെ ഫങ്ഷണലില് ഏറെക്കുറെ ഒരു ലൂസ് ഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമാണ്. ഇപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്താറ്. എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ലൈൻ ഓർഗനൈസേഷനിലെങ്കിലും ഇവിടെ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷനിൽ പല ഒബ്സ്റ്റക്കിൾസും ഉണ്ട്. പലരുടെ നിന്നും ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നു വർക്കേഴ്സിന് എന്നുള്ളത് ഒരു ഒബ്സ്റ്റക്കിൾ. ഈ ഓരോ എക്സ്പേർട്സും അവർ ആസ് എ പേഴ്സൺ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മേ ബി അവരുടെ ഒരു അഡ്വൈസ് എടുത്തില്ല എങ്കിൽ അവർക്കത് താല്പര്യപ്പെട്ടു എന്ന് വരില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒബ്സ്റ്റക്കിൾസ് ഫോർ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ സംഭവിക്കാറുണ്ട്. കോർഡിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു ലൈൻ ഓർഗനൈസേഷൻ. ഇവിടെ ഒരു കോർഡിനേഷനും ടീം സ്പിരിറ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ബിക്കോസ് ഇവിടെ ഓൾറെഡി ഓരോ ഫങ്ഷൻസ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേഷൻ, കൺട്രോൾ, ടീം സ്പിരിറ്റ് ഒക്കെ റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് പുതാണ്. ഇതൊക്കെയാണ് ബേസിക്കലി ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്.